ഹായ് നമസ്കാരം. വോയിസ് ഓഫ് മുജീബിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ഇത്തവണത്തെ IPL പൂർത്തിയായിരിക്കുന്നു. നമ്മളൊരു പ്രതീക്ഷിച്ചത്ര ഗ്ലാമർ പോരാട്ടമായിരുന്നില്ല ഫൈനലിൽ. ഇത് വളരെ നിരാശപ്പെടുത്തുന്നതായിരുന്നു എന്ന് വേണം പറയാൻ. എങ്കിൽ പോലും ഇത്തവണത്തെ മറ്റു മത്സരങ്ങളിലേക്ക് പോകുമ്പോൾ വളരെ മികച്ചതായിരുന്നു. ഒരുപാട് ലീഗ് മത്സരങ്ങൾ, ആവേശം നിറക്കുന്ന മത്സരങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും 7 അയലത്ത് പോലും എത്തുന്നതായിരുന്നില്ല. നമുക്ക് ഇത്തവണത്തെ IPL-ലെ ക്യാഷ് പ്രൈസിനെ കുറിച്ച് ഒന്ന് പരിശോധിക്കാം. 46.5 കോടി രൂപയാണ് ഇത്തവണ IPL ക്യാഷ് പ്രൈസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വിന്നേഴ്സ് KKR-ന് 20 കോടി, സെക്കൻഡ് വിന്നേഴ്സ് SRH-ന് 13, തേർഡ് രാജസ്ഥാൻ റോയൽസ് 7 കോടി, നാലാമത് നിൽക്കുന്ന RCBക്ക് 6.5 കോടി. വലിയൊരു എമൗണ്ട് ആണ് ഇത്തവണ IPL-ൽ വാരി വിതറിയിരിക്കുന്നത്. ഇത്തവണത്തെ ഓറഞ്ച് ക്യാപ്പ് വിന്നർ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ആ ഒരേ ഒരു പേരാണ് അവിടെയുള്ളത്. 741 റൺസോടെ വിരാട് കോഹ്ലി. അദ്ദേഹത്തിന് ക്യാഷ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് 10 ലക്ഷമാണ്. പർപ്പിൾ ക്യാപ്പിന്റെ ഉടമയാരെന്ന് നമുക്ക് നോക്കാം. ഇത്തവണ വിന്നറായിരിക്കുന്നത് ഹർഷൽ പട്ടേലാണ്. അദ്ദേഹം 24 വിക്കറ്റ് എടുത്തു. 10 ലക്ഷം എമൗണ്ട് ആണ് അദ്ദേഹത്തിനും ക്യാഷ് പ്രൈസായി ലഭിച്ചിരിക്കുന്നത്. മറ്റൊന്ന് എമർജിംഗ് പ്ലെയർ. ഇത്തവണത്തെ എമർജിംഗ് പ്ലെയർ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ നിതീഷ് കുമാർ റെഡ്ഡി. 20 ലക്ഷമാണ് അദ്ദേഹം കരസ്ഥമാക്കിയിരിക്കുന്നത്. സുനിൽ നരേൻ ഇത്തവണ ഡബിൾ പ്രൈസാണ് അടിച്ചിരിക്കുന്നത്. ഒന്ന് അൾട്ടിമേറ്റ് ഫാന്റസി പ്ലെയർ ഓഫ് ദ സീസൺ, 10 ലക്ഷമാണ് അതിലൂടെ സുനിൽ നരേൻ കരസ്ഥമാക്കിയിരിക്കുന്നത്. മറ്റൊന്ന് MVP മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ. ഈ സീസണിലെ ആ അവാർഡും അദ്ദേഹത്തിന് തന്നെയാണ്, 12 ലക്ഷം. KKR-ന്റെ ഭാഗത്തു നിന്നാണ് സുനിൽ നരേൻ ഈ അവാർഡ് കരസ്ഥമാക്കിയിരിക്കുന്നത്. അദ്ദേഹം 478 റൺസും 17 വിക്കറ്റും നേടുകയുണ്ടായി. ഇനിയും ഇതുപോലുള്ള പുതിയ വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വരും. ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.